നമസ്കാരം. ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം മരിച്ചുപോയ പിതാവിനെ ഗ്രാമത്തിൽ സംസ്കരിക്കാൻ അനുവദിക്കാത്ത രാജ്യമാണിത്. ഒരു മനുഷ്യൻ തന്റെ പിതാവിനെ തന്റെ പൂർവികരുടെ അടുത്ത് അടക്കം ചെയ്യുന്നതിൽ നിന്ന് ഏതുതരം ആളുകളാണ് തടയുന്നത്? ഗ്രാമവാസികളുടെ ഗുണ്ടായിസത്തിനെതിരെ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വിസമ്മതിക്കുക മാത്രമല്ല, തന്റെ പിതാവിനെ ഗ്രാമത്തിൽ അടക്കം ചെയ്യാനുള്ള തന്റെ പിടിവാശിയിലൂടെ സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഭരണഘടന നടപ്പിലാക്കാൻ ചില വികാരങ്ങൾ വ്രണപ്പെട്ടേക്കാം എന്നതിനാൽ അത് നടപ്പിലാക്കാൻ സുപ്രീം കോടതി നിസ്സഹായരാണെന്ന് തെളിയിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? ആളുകളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചതിനും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചതിനും ദമ്പതികൾ ശിക്ഷിക്കപ്പെടുന്നത് എന്തൊരു രാജ്യമാണ്? എന്നാൽ ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അതിന്റെ 75ാം വാർഷികത്തിൽ എത്രമാത്രം രോഗാതുരമാണെന്ന് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞതിൽ ഒരു വാർത്ത ഛത്തീസ്ഗഡിൽ നിന്നും മറ്റൊന്ന് ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ക്രിസ്ത്യാനികളുടെ അടിച്ചമർത്തലിനെയും അവകാശ നിഷേധത്തെയും കുറിച്ച് അവ രണ്ടും നമ്മോട് പറയുന്നു. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ദിനംപ്രതി നേരിടുന്ന അക്രമങ്ങളുടെ ഭാഗമാണ് അവ. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ 2014 127 ആയിരുന്നത് 2024 834 ഉയർന്നു. ഇതിൽ 149 ശാരീരിക അതിക്രമങ്ങൾ, 209 ക്രിസ്ത്യൻ സ്വത്തുക്കൾക്ക് നേരെയുള്ള ആക്രമണം, 798 ഭീഷണികൾക്കും ഉപദ്രവങ്ങൾക്കും, 331 കേസുകൾ പ്രാർത്ഥനകൾക്കും മതപരമായ പരിപാടികൾക്കും നേരെയുള്ള ആക്രമണത്തിന്റെ പേരിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെ കുറ്റകൃത്യമായി കണക്കാക്കാൻ ഇന്ത്യൻ പോലീസ് എത്രമാത്രം വിമുഖത കാണിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അതിൽ 392 കേസിന് മാത്രമാണ് പോലീസ് FIR ഇട്ടത് എന്നതിൽ നിന്ന് വ്യക്തമാവുന്നു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സ്വന്തം സംസ്ഥാനമാണ് ഒഡീഷ. അവിടെ 2 ആദിവാസി സ്ത്രീകളെ കുറിച്ച് പുറത്തുവന്ന വാർത്ത ലജ്ജിപ്പിക്കുന്നതാണ്. മറ്റ് ആദിവാസികളെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മരത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും വികൃതമാക്കുകയും ചെയ്തു. മുർമു അഭിമാനിയായ ഒഡീഷക്കാരിയാണ്. എന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ സ്ത്രീകളുടെ നിലവിളികൾ തന്നിലേക്ക് എത്താൻ കഴിയാത്തത്ര ഉയരത്തിൽ ദന്തഗോപുരത്തിലെ സിംഹാസനത്തിലാണ് അവർ ഇരിക്കുന്നത്. പണ്ട് ഇതേ ഒഡീഷയിൽ ക്രിസ്ത്യൻ പുരോഹിതൻ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്ന ദാരാ സിംഗിന്റെ മോചനത്തിനായി സംസ്ഥാന മുഖ്യമന്ത്രി പ്രചാരണം നടത്തിയത് കാണുമ്പോൾ അതേ സംസ്ഥാനത്തെ BJP-കാരിയായ രാഷ്ട്രപതിയുടെ മൗനം നമുക്ക് മനസ്സിലാകും. ഉന്നത ഉദ്യോഗം ഒരാളുടെ ചിന്തകളെ ഉയർത്തണമെന്നില്ല എന്നും ആ മൗനത്തെ നമുക്ക് അടയാളപ്പെടുത്താം. രാഷ്ട്രത്തോടുള്ള തന്റെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമത്തെക്കുറിച്ച് പ്രസിഡന്റ് ഒരു വാക്കുപോലും പരാമർശിച്ചില്ല. 10 വർഷമായി ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളിലെ ഈ അഭൂതപൂർവമായ വർധനവ് അവരുടെ ഗവൺമെന്റിന്റെ നേട്ടമായി അവർ കണക്കാക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. യഥാർത്ഥത്തിൽ തന്റെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളിലൊന്ന് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളുടെ വർധനവാണെന്ന് അവർ അംഗീകരിക്കേണ്ടിയിരുന്നുവെന്ന് പലരും ചൂണ്ടിക്കാട്ടി. തന്റെ സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം നടത്താനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നുകൂടി അവർ തന്നെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ പറയണമായിരുന്നു. ആയുധധാരികളായ ഗുണ്ടകൾക്ക് ക്രിസ്ത്യാനികളുടെ വീടുകളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കാനും അവരുടെ ജന്മദിന പാർട്ടികളും പ്രാർത്ഥനാ യോഗങ്ങളും തടസ്സപ്പെടുത്താനും അവരുടെ ആരാധനാലയങ്ങളും സ്കൂളുകളും നശിപ്പിക്കാനും പാസ്റ്റർമാരെ മർദ്ദിക്കാനും മരിച്ചവരുടെ ശ്മശാന സ്ഥലങ്ങൾ നിഷേധിക്കാനും കഴിയും എന്നുകൂടി അവരുടെ പ്രസംഗത്തിൽ തന്റെ രാഷ്ട്രത്തിന്റെ നേട്ടമായി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അക്രമികൾക്ക് ഒന്നും സംഭവിക്കില്ല, പകരം ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യും എന്നുകൂടി പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ഇതെങ്കിലും ചോദിക്കണം. ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് ക്രിസ്ത്യാനികൾ മാത്രം വിഷമിക്കേണ്ടതും ഇതര സമൂഹം അവരുടെ ആശങ്കകൾക്ക് മുന്നിൽ ബധിരരായിരിക്കേണ്ടതും ഏതുതരം രാജ്യത്താണ് എന്ന്